തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും കിട്ടാത്ത സ്ഥിതിയാണ് റേഷൻ വ്യാപാരികൾക്കെന്നും വേതന പാക്കേജ് പുതുക്കി നൽകാതെ 6 വർഷം പിന്നിടുമ്പോൾ ആശുപത്രി ചിലവ് പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് ബഹുഭൂരിപക്ഷം വ്യാപാരികളെന്നും വൈക്കം താലൂക്ക് സംയുക്ത സമരസമിതി ചെയർമാൻ വി ജോസഫ് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജൂലൈ മാസം 8, 9 തീയതികളിൽ നടക്കുന്ന റേഷൻ വ്യാപാരികളുടെ 48 മണിക്കൂർ രാപ്പകൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈക്കം താലൂക്ക് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 110 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് ഇന്ന് 330 രൂപ നൽകുമ്പോഴാണ് ഈ ഗവൺമെന്റ് തന്നെ 6 വർഷം മുമ്പ് 2018 ഈ KTPS ആക്ട് നിലവിൽ വന്ന അവസരത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഞങ്ങളുടെ ഈ വേതന പാക്കേജിലെ അപാകതകളെല്ലാം ചൂണ്ടിക്കാണിച്ചു വന്നപ്പോഴും പറഞ്ഞത് ഒരു കാര്യമൊന്നും തുടങ്ങുമല്ലേ. ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒരു 6 മാസം ഇതിങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അപാകതയൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാം. 6 മാസം ഇപ്പോൾ 6 വർഷമായി ഞങ്ങളെ ചെവിക്കൊള്ളാൻ ആരംഭിച്ച. കൺവീനർ ഷിൻജോ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻ ഇടയത്ത്, ഐ ജോർജ് കുട്ടി, ജിനീഷ് കുമാർ, അജീഷ് പി നായർ, NJ ഷാജി, M ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ മാർച്ചിൽ സ്ത്രീകളടക്കം 100 കണക്കിന് വ്യാപാരികൾ അണിനിരന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.